ഗണന സംസാരങ്ങളുടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം. അതിന് ആദ്യമായി 4 മിനിറ്റ് ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി മുജാഹിദ് പക്ഷത്തെ ക്ഷണിക്കുന്നു. മുസ്ലിയാരെ എങ്ങനെ കയറിട്ട് വലിച്ചു കൊണ്ടുവന്നാലും വിഷയത്തിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറല്ല. ഇവിടെ വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാത്ത, വിഷയം എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അദ്ദേഹം തയ്യാറാണ്. ബർക്കത്ത്, ജിന്ന്, സിഹ്റ്, മലക്ക്, ഒരുപാട് ഐറ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞത് ആ വിഷയത്തിലൊക്കെ നമുക്ക് ഒരു വ്യവസ്ഥ ഇൻഷാ അല്ലാഹ് കോടമ്പടിയിൽ കൊണ്ടുവരാം. ഇപ്പൊ വ്യവസ്ഥ എഴുതിയ വിഷയത്തിലുള്ള വാദത്തിലേക്ക് വരാം, അതിലേക്ക് വരാം. മാത്രമല്ല ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്താണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ ഹംസക്കോയ ബാക്കവി 3 എഴുതിയതാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, എന്നാൽ അഹ്ലുസുന്നയും നബിയ ആശയക്കാരും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ മരണപ്പെട്ട മഹത്തുക്കളോട് സഹായം തേടുക എന്നതാണ്. മരണപ്പെട്ട മഹത്വത്തോട് സഹായം തേടുക എന്നതാണ് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്നാണ് നിങ്ങളുടെ ഹംസക്കോയ ബാക്കവി എഴുതി വെച്ചത്. ആ ഇസ്തിഗാസക്ക് അവിടെ വിഷയം എഴുതിയത്, അതിനാണ് വാദം എഴുതിയത്. അതുകൊണ്ട് അതിനാണ് തെളിവ് ലഭിക്കേണ്ടത്. അതാണ് ഞങ്ങളുടെ വിഷയം. എന്റെ ചോദ്യം, ഞാൻ എന്റെ വിഷയാവതരത്തിൽ ചോദിച്ച ചോദ്യം, നേരത്തെ ചർച്ചയിൽ ചോദിച്ച ചോദ്യം, ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. അതിനിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഖുർആൻ ചോദിച്ചാൽ ഖുർആൻ തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. ഖുർആൻ ചോദിച്ചാൽ ഖുർആനെ കിട്ടണം. ഖുർആൻ ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഖുർആൻ ഞങ്ങൾക്ക് നല്ല മത്സരത്തോടാനല്ലേ കുടിയൊത്തി പോകുമ്പോൾ കൂലി വാങ്ങാൻ ഏർപ്പാടെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കളി. അത് തുറന്നു പറയണ്ടോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. മരിച്ചുപോയ മഹാത്മാക്കളോട്, മുൻകഴിഞ്ഞു പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ, മരിച്ചുപോയ ഒരു പ്രവാചകനോടോ വലിയനോടോ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കണം. അതുപോലെ നിർബന്ധം. ഒന്നാമത്തെ പ്രമാണം അതാണ്. പ്രമാണം എഴുതുമ്പോൾ ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആൻ. അതിൽ നിന്ന് ഉദ്ധരിക്കണം. അതിൽ ഇല്ല, ഞങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയൂല എന്ന് നിങ്ങൾ സമ്മതിച്ച് പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഹദീസിൽ നിന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നോട് പറഞ്ഞോളി. ഞങ്ങൾ ഇതുവരെ ഹദീസിൽ നിന്ന് പ്രമാണം ചോദിച്ചിട്ടില്ല, തെളിവ് ചോദിച്ചിട്ടില്ല. ചോദിച്ചതിന് കിട്ടണം. ചോദിക്കാത്തതിന് പിന്നാലെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ എത്ര നേരം ഈ ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് കടലാസുകളും ഒന്നും കൊണ്ടുനടക്കുന്ന കാര്യമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത്, ഒരു സംഭവം ഉദ്ധരിച്ചാൽ മതി. ഒറ്റ ഒന്ന് ഒരു ഗ്രന്ഥം മതി. അത് ഒറ്റ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ നിന്ന് ഒരു തെളിവ്. ഞങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമാണ്. നേരത്തെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഈ ചോദ്യാവശ്യത്തിലും ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നു. പ്രവാചക തിരുമേനിയോ മറ്റു പ്രവാചകന്മാരോ, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടോ ഔലിയാക്കന്മാരോടോ ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ സംഭവം ഇങ്ങോട്ട് ഉദ്ധരിക്കണം. ആ സംഭവം ഉദ്ധരിക്കണം വിശുദ്ധ ഖുർആനിൽ നിന്ന്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളെ തമാശയാക്കുവാൻ വേണ്ടി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചു. തൗഹീദിന്റെ സാപ്പട്ടിക്ക് ആണി അടിക്കുന്ന ജനങ്ങാടിച്ചിട്ട് വന്നത് തന്നെ. തൗഹീദിന്റെ സാപ്പട്ടിക്ക് മനസ്സിലായല്ലോ? ആ കൃത്യമായി പറഞ്ഞതാ. എന്ന ആയത്തോതുകയും അപ്പോൾ തന്നെ മരിച്ചുപോയ മഹാത്മാവിനെ വിളിച്ചു തേടുകയും ചെയ്തുകൊണ്ട് തൗഹീദിന്റെ സാപ്പട്ടിക്ക് ആണി അടിക്കുവാനാണ് നിങ്ങൾ തുടക്കത്തിലെ ശ്രമിച്ചത്. ആ ശ്രമം ഞങ്ങൾ അനുവദിക്കില്ല. കാരണം വിശുദ്ധ ഖുർആനും പ്രവാചകരെയും പഠിപ്പിക്കുന്ന ആദർശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ആ ആദർശം പഠിപ്പിക്കുവാനാണ്, അത് ബോധ്യപ്പെടുത്തുവാനാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിച്ചു വീണ്ടും പറയുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങളുടെ വാദത്തിന് തെളിവായി ഒരു സംഭവം ഉദ്ധരിക്കണം. എന്നിട്ട് നമുക്ക് ജിന്ന്, മലക്ക്, സിഹ്റ്, കറാമത്ത്, ബർക്കത്ത് എന്തൊക്കെ വിഷയങ്ങളാണോ സംഭവത്തിന് വ്യവസ്ഥയിടാം.
വ്യവസ്ഥ എഴുതിയത് ചർച്ച പൂർത്തിയാവട്ടെ, എന്നിട്ട് പുതിയ വിഷയത്തിൽ വ്യവസ്ഥ എഴുതാം. സുന്നി മുജാഹിദ് തമ്മിൽ ഒരു വിഷയത്തിൽ മാത്രമൊന്നുമില്ല തർക്കം, ഒരുപാട് ദശക്കണക്കിന് വിഷയങ്ങൾ തർക്കമുണ്ട്. എല്ലാം കൂടി ഇവിടെ ചർച്ച ചെയ്യാൻ എന്തായാലും പറ്റൂല. അതുകൊണ്ട് വ്യവസ്ഥ എഴുതിയത്, തീരുമാനമായത് ചർച്ചക്കെടുക്കുക. ആ ചർച്ചയിൽ ആവശ്യമായ പ്രമാണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെളിവ് പറയുക. സുന്നിപക്ഷത്തു നിന്ന് ഉത്തരം നൗഷാദ് ഹസനിയാണ് അവതരിപ്പിച്ചത്. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് വാദപ്രതിവാദം അതിൻ്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇനി പിളരാത്തതായൊരൊറ്റ മുജാഹിദും ഇല്ല എന്നിവിടെ ഞങ്ങൾ തെളിയിക്കാൻ പോവുക തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, അണ്ടിയോട് അടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി അറിഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹനീഫ് മൗലവിയോട് ഞങ്ങൾ അന്ന് മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും ഏറ്റുമുട്ടിയത് എത്ര സ്ഥലത്ത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചതാണ് അലിമദനി, നമ്മുടെ കരിമ്പിലാക്കൽ. നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരുന്നു നിങ്ങൾ കായക്കൊടിക്കെതിരെ കണ്ട കുറ്റം? ജിന്നിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല എന്നതായിരുന്നു അല്ലെ? ഇപ്പൊ എന്തായി? ഇപ്പൊ ഉപരി പറയാ വിഷയത്തിന് പുറത്താണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു പറയുന്നത്. സംവാദം കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മളെ മുജാഹിദ് പ്രവർത്തകർ 10 കൈകൊട്ടി ഇപ്പൊ തെക്കുതീരിലെത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞങ്ങൾ ഇസ്തിഗാസയും ചെയ്യിപ്പിച്ചേ ഇവിടുന്ന് വിടുകയുള്ളൂ. ഇരിക്കട്ടെ, ഇത് നിങ്ങളുടെ സലാം തുല്ലമി എഴുതിയത്, നിങ്ങളുടെ മുഹദ്ദിസ് എപ്പോഴാ എഴുതിയത്? മട്ടാഞ്ചേരി സംവാദത്തിൽ ഞങ്ങൾ അവരോട് ചോദിച്ചു ജിന്നിനെ കുറിച്ച്, മറുപടി പറഞ്ഞില്ല. അന്ന് നിങ്ങൾ പ്രസംഗിച്ചു, മറുപടി പറയേണ്ടിയിരുന്നു. കാരണം ജിന്നിനോട് സഹായം തേടുന്നിടത്തും മരിച്ചവരോട് തേടുന്നിടത്തും രണ്ടും കാരണം ഒന്നാണ്. അതുകൊണ്ട് പറയേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ അന്ന് അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ വഫാത്തായി പോയ മഹാന്മാരോട് സഹായം തേടുന്നത് എന്തുകൊണ്ട് ശിർക്കാണ്? അത് അഭൗതിക മാർഗത്തിലുള്ള സഹായമായതുകൊണ്ട് അല്ലേ? ഇതുപോലെ തന്നെയാണ് ജിന്നും മലക്കും. അപ്പൊ കാരണം ഒന്നാണ്. അതുകൊണ്ട് പറയേണ്ടിയിരുന്നു. പറയാതിരുന്നത് നിങ്ങൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് എന്ന് മറുപടി പറഞ്ഞ നിങ്ങളാണ്. അവർ പറഞ്ഞു തന്നെ വിഷയത്തിന് പുറത്താണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾക്ക് റേഞ്ചിന്റെ പുറത്താണ്. അതുകൊണ്ട് വിഷയാവില്ലെങ്കിൽ ഞങ്ങൾ വിഷയം കൃത്യമായി പറഞ്ഞു തരാം. നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യമുണ്ടല്ലോ, എന്റെ മറുപടി കേട്ടോ. ആ ചോദ്യം ചോദിക്കാൻ അപ്പുറത്തിരിക്കുന്ന ഒരൊറ്റ കുട്ടിക്കും അധികാരമില്ല. കാരണം ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട്. വെറുമില്ല, ഇത് നിങ്ങളുടെ നേതാവ് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ശബാബിന്റെ ചീഫ് എഡിറ്റർ അയാളെ പുറത്താക്കി, കായക്കൊടി ജബ്ബാർ മൗലവിനെ പുറത്താക്കി ആർജവം കാണിക്കേ. എന്നിട്ട് ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ, പറയട്ടെ. ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഇല്ല അൽമദനി, ഇല്ല ലത്തീഫു. കാരണം എന്തുകൊണ്ട്? നിങ്ങളെ നേതാവ് പറയുന്നു ജിന്നുകളോട് ചോദിച്ചാൽ അതിന് പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഞങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുകയാണ്. കാരണം ഞങ്ങളും നിങ്ങളും തമ്മിലൊരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ കോടമ്പൊഴിയിലുള്ള ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ കോടമ്പൊഴിയിലുള്ള ജിന്നുകളെയും മലക്കുകളെയും വിളിക്കുന്നു. നിങ്ങളുടെ പുസ്തകം ഇതിനെ തള്ളൂ നിങ്ങൾ. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ വിഷയം കൃത്യമാണ്. നിങ്ങൾ മട്ടാഞ്ചേരിയിലും ചക്കരപ്പുറത്തിലും ഒക്കെ
ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് കൃത്യമായി കായക്കൊടി മൗലവിയും മറ്റു മൗലവിമാരും പറയാൻ വിഷമിച്ചപ്പോ അതിനെതിരെ ലേഖനം എഴുതിയവരാണ് നിങ്ങൾ, അതിനെതിരെ പ്രസംഗിച്ചവരാണ് നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതേ തട്ടിപ്പാണ്, നടക്കൂല. ഒരു ദിവസം ഞങ്ങള് കൃത്യമായി ഇവരെ മുച്ചിരിക്കാക്കിയ രണ്ടിനെയും ഇത് നിങ്ങളെ ചെറിയമുണ്ടോ സബാബിന്റെ എഡിറ്റർ, നിങ്ങൾ ഔദ്യോഗിക മുക്തി അഭൗതിക മാർഗത്തിലുള്ള സഹായവേട്ടം അതിലില്ല. ഞാൻ വായിക്കാം കേട്ടോ, ശരിക്ക് കേട്ടോ. വിജനപ്രദേശത്ത് കെട്ടിവേണ്ട വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ജബ്ബാർ മൗലവി എഴുതിയ നിങ്ങളെ നേതാവ് നിങ്ങളെ സബാബിൽ ഇതിനെ തള്ളൂ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സബാബ് നിങ്ങളെ ഇസ്ലാമിന്റെ പത്രല്ലേ, ആ പത്രത്തിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ജിന്നുകളോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. അതുകൊണ്ട് ഞങ്ങളൊരു വ്യത്യാസമുള്ളൂ, ഞങ്ങളുടെ ഔലിയാക്കളോട് നിങ്ങൾ ജിന്നുകളോട് ആ ചോദ്യം ചോദിക്കാൻ മടവൂരികളെ നിങ്ങൾക്കും അധികാരമില്ല കേട്ടോ. അതുകൊണ്ട് ഇതിന് മറുപടി വേണം. വിഷയത്തെക്കുറിച്ചല്ലെങ്കിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നൗഷാദ്. വിഷയത്തെക്കുറിച്ചല്ലെങ്കിൽ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നൗഷാദ്. ഞാൻ എന്റെ വിഷയാവതരണം മുതൽ ഒന്നാമത്തെ ചോദ്യം വരെ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം അത് മൂപ്പർ ഇതുവരെ കേട്ടിട്ടില്ല, ഉത്തരവില്ല. സുന്നി മുജാഹിദ് തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ഇസ്തിഗാസയാണ് എന്ന് നിങ്ങളുടെ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നിട്ടാ ചോദ്യം ചോദിച്ചത്, അതിലെവിടെ മറുപടി? അതിലുള്ള മറുപടി ഇവിടെ ഒരു ചെറിയ നിങ്ങളെ സദസ്സിനോട് ചെറിയ കാര്യം, നിങ്ങളെ വണ്ടികന്മാർ തന്നെ ഏറ്റക്കുറവ് ഉണ്ടാക്കരുത് കേട്ടോ, മോശമാണ്. ഫൈസലത്തിന് എഴുന്നേറ്റിരിക്കുന്ന പോലല്ലോ നൗഷാദ്, ഒരു പ്രത്യേക കമന്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വേണ്ടിയൊന്നുമില്ല, അതത്ര ശരിയായില്ല. പിന്നെ മറ്റൊന്ന്, ഈ ആളുകൾക്ക് ഇങ്ങനെയുള്ള വേദികളെക്കാൾ നല്ലത് വല്ല മിമിക്രി ട്രൂപ്പുകളുടെ കൂടെ പോകുന്നു. അതിന് പറ്റും ചിരിക്കാനും ആടാനും പാടാനും ഒക്കെ പറ്റിയിരിക്കുന്ന ആളുകൾ, ആളുകൾക്ക് പറ്റും. പക്ഷേ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആനിൽ നിന്ന് പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് ഒരു തെളിവുദ്ധരിച്ചുകൊണ്ട് വിഷയങ്ങളെ സമർപ്പിക്കുവാൻ ഇനിയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടതുണ്ട്. എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ, നിങ്ങൾ സ്വന്തം പഠിക്കില്ല. ഞങ്ങൾ കൃത്യമായി ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ വന്നു. അതിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ മരിച്ചുപോയ മറ്റൊരു പ്രവാചകനോടോ വലിയനോടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഇസ്തിഗാസ നടത്തിയ സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. ഞങ്ങളായി വന്ന് പിന്നോട്ട് പോകാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ആ ചോദ്യത്തിന് ഒരു ഉത്തരവും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ ഒന്നാമത്തെ ചോദ്യം തൊടാതെ കിടക്കുന്നു. അതവിടെ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരട്ടെ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവോട് പ്രാർത്ഥിച്ചത് ഖുർആൻ എടുത്തു കൊടുത്തു. ഇസ്തിഗാസ എന്ന പേരിട്ടുകൊണ്ട് തന്നെ ഇത് തസ്തഗീസൂന റബ്ബക്കും എന്ന് പറഞ്ഞ് ഖുർആൻ എടുത്തു കൊടുത്തു. എന്നാൽ അതേ പ്രവാചകർ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഉണ്ടായ പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, തൊട്ടു മുമ്പത്തെ യുദ്ധമായ ബദറിൽ ഷഹീദായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഷഹീദിനോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. ബദർ യുദ്ധത്തിൽ വെച്ച് അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തിയ പ്രവാചക തിരുമേനി ഉഹുദ് യുദ്ധത്തിൽ വെച്ച് അവിടുത്തെ പരീക്ഷണ ഘട്ടങ്ങളിൽ ബദറിലെ ഷഹീദുമാരോട്, ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. പ്രവാചകരുടെ സ്വഹാബത്തോ ഉഹുദിൽ വെച്ച് ബദരീങ്ങളോട്, ബദർ ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. നിങ്ങള് കുടുങ്ങുമ്പോഴും കുടുങ്ങാത്തപ്പോഴും അപകടത്തിലും അല്ലാത്തപ്പോഴും ബദരീങ്ങളെ രക്ഷിക്കണേ എന്നാണോ തേടിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ആ ബദരീങ്ങളെ ഉഹുദിൽ വെച്ച് പ്രവാചക തിരുമേനി തേടിയോ ഇസ്തിഗാസ നടത്തിയോ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഉദ്ധരിക്കണം. ഞങ്ങളുടെ
ചോദ്യം ആവർത്തിക്കുന്നു. ഇപ്പൊ 2 ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തെക്കുറിച്ച് തൊട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സംഭവം ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല, ഉദ്ധരിക്കുവാൻ സാധ്യവുമല്ല. ചില കോപ്രായങ്ങൾ കാണിച്ച് തൽക്കാലം സമയം കളയുക മാത്രമാണ് അഹസനിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല. അതിന് ഖുർആനിൽ നിന്ന് രേഖ ഉദ്ധരിക്കണം. 2, പ്രവാചക ജീവിതത്തിൽ നിന്ന് ബദരീങ്ങളോട് തേടിയതിന്, ബദർ സുഹദാക്കളോട് തേടിയതിന് ഒരു തെളിവ്, ഒരു സംഭവം പ്രവാചക ജീവിതത്തിൽ നിന്ന് ഉഹുദിന്റെ രണാങ്കണത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു തെളിവ് ധരിക്കണം. അതാണ് ഞങ്ങളുടെ 2ാമത്തെ ചോദ്യം. അപ്പൊ 1ാമത്തെ ചോദ്യം ബാക്കി നിൽക്കെ 2ാമത്തെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ബദറിന്റെ രണാങ്കണത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്ന സുഹദാക്കളോട് ഉഹുദ് രണാങ്കണത്തിൽ വെച്ച് പ്രവാചകരോ സ്വഹാബത്തോ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇസ്തിഗാസ ഇവിടെ ഉദ്ധരിക്കണം, തെളിവായി ഉദ്ധരിക്കണം, പ്രമാണമായി ഉദ്ധരിക്കണം. അതിനാണ് മറുപക്ഷം തയ്യാറാവേണ്ടത്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. ചോദ്യം അസ്ഥാനത്തായ അങ്ങനെ കണ്ടോ? ശരിക്കും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോ കൃത്യമായി ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. കേട്ടോ, ഞാൻ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്നു. എന്റെ സുഹൃത്ത് അബ്ദുൾ റസീദ് മുസ്താഫി പത്തപിരിയും ഒരു ഉദാഹരണം പറയാം. റിഫായി ഷേഖിനെയും വിളിക്കുന്നു. റിഫായി ഷേഖിനെ വിളിക്കുന്ന പത്തപിരി ഉസ്താദ് എന്നോട് ചോദിക്കുന്നു, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്ന നിങ്ങളുടെ പ്രമാണം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു, സഖാഫി ഉസ്താദെ, നിങ്ങൾ റിഫായി ഷേഖിനെയും വിളിക്കുന്നു, ഞാൻ മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്നു, പ്രമാണം 2 കൂടി തീരുമാനിച്ചാൽ പോലെ സംഗതി 2 ഒന്നാണല്ലോ എന്ന് ഞാൻ അന്ന് മട്ടാഞ്ചേരിയിൽ പഠിപ്പിച്ചിരുന്നു. ഇത് മുജാഹിദ് ആഘോഷിച്ചോളൂ, ഞങ്ങൾക്ക് പണിയെടുക്കണ്ട. ഞങ്ങൾ ചോദിക്കുന്നു, ആളത്തുണ്ടോ നിങ്ങൾക്ക്? മുന്നിൽ വെച്ചല്ലേ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ ആരല്ല എന്ന് പറയുന്നതിലുണ്ടോ? നിങ്ങൾ ആളല്ല ഇത്, അല്ലെങ്കിൽ പറ നിങ്ങൾ ആളല്ല. നിങ്ങളുടെ സഭാവിന്റെ തീ പഠിച്ച, അപ്പൊ തീ പഠിച്ചല്ല മുസ്ലിക്കാം, മുസ്ലിക്കിനെ കൂട്ടിയിട്ടാണോ നടത്താം? പറയണ നിങ്ങൾ. പിന്നെ മൂപ്പർക്ക് ഒരു രക്ഷയില്ല. കാരണം ഒറ്റ പ്രശ്നം, ഈ ജനങ്ങൾക്കെല്ലാം വിചാരിക്കുന്നല്ലാത്തല്ലോ. എന്താണെന്നറിയോ? ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ നിഷേധിച്ചിട്ടില്ല. നിഷേധിക്ക് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഒരു കരുണ നിങ്ങളോട് ഇല്ല പോലും പറയാം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ചിലപ്പോൾ പറയും, ഉസ്താദേ നിങ്ങൾ മടപൂരികളോട് പറയും, നിങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ അവസരം കാത്തിരുന്നതായിരുന്നു. ഞങ്ങളിതാ പറയുന്നു, തീർച്ചയാണ് നിങ്ങളുടെ നേതാവ് ചെറിയമുണ്ട്. നിങ്ങൾ എല്ലാന്ന് പറയും, കൊട്ടപ്പുറത്ത് ഉസ്താദിന്റെ കൊണ്ടായി തോറ്റു പോകുന്ന ആളല്ലേ, ഇപ്പൊ അയാൾ വിശ്വസിക്കായില്ലേ? സ്കൂൾ വിട്ട് പോയാൽ പോരാ, പഠിച്ചു വരുന്ന മാനപ്രതിവാദത്തിന് മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളെ ചോദ്യം, ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നിനോട് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ജിന്നിനോട് തേടൽ തീർക്കല്ല എന്നല്ലേ നിങ്ങളുടെ വാദം? അതോട് കൂടി കഴിഞ്ഞു നിങ്ങളെ കഥ. ഇനി നിങ്ങൾക്ക് ബദരീങ്ങളെ കുറിച്ച് ചോദിക്കാൻ, മുഹിയുദ്ദീൻ ഷേഖിനെ കുറിച്ച് ചോദിക്കാൻ അധികാരമില്ല. കാരണം എന്തുകൊണ്ട്? അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായം നേടും. അതല്ലേ പ്രശ്നം. അത് ഞങ്ങളുണ്ട്, ഞങ്ങൾ പറയും നിങ്ങളുണ്ട്. ജിന്നിനെ കാണുന്നുണ്ടോ? ഉണ്ടോ? സലാം സുലമി കേൾക്കുന്നുണ്ടാവുക. അയാൾ വിചാരിച്ചു ഭർത്തണം ഞാൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. എന്റെ നാവ് പൊന്താത്തത്? ജിന്നിനോട് സഹായം തേടാൻ ചെറുക്കാണെന്ന് പറയൂ. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ മുന്നിന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ഇയാൾ വിശ്വസിക്കാവും. പിന്നെ നിങ്ങളെ ജംഇയ്യത്തുൽ മുഴുവൻ വിശ്വസിക്കാവൂ. ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല. അതുകൊണ്ട് ഈ ചോദ്യം ഇന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമല്ല. കുറെ കാലം ഉമർ മൗലവിക്കൊക്കെ ചോദിക്കാമായിരുന്നു. നിങ്ങളെ കൂട്ടത്തിലുണ്ട് ജിന്നിവാദികൾ, അവരെ കൂട്ടത്തിലുമുണ്ട് ജിന്നിവാദികൾ. ഈ 2 ജിന്നിവാദികൾ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങളുടെ പിളർപ്പിന്റെ സമ്മേളനം തന്നെയാണ്. അതിനൊന്നും യാതൊരു തർക്കമില്ല. നിങ്ങളെ തീപിടിച്ചത് വിശ്വസിക്കാകാൻ പോവാണ്. മിണ്ടണം നിങ്ങൾ, തൊള്ള തുറക്കണം നിങ്ങൾ. എന്താ മിണ്ടാത്തത്? നിങ്ങളെ ചോദ്യത്തിന് പ്രസക്തി കിട്ടണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറ. ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട്. പിന്നെ ഞങ്ങളോട് തെളിവെക്കാനാ? നിങ്ങൾ അത്രയും ജിന്നിനും കാണുന്നില്ല, ഔലിയാക്കളെയും കാണുന്നില്ല. ഇത്ര പാടുപെട്ടു. നിങ്ങൾ ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടാവൂല അല്ലേ? കാര്യമില്ല. ശൂന്യായിക്കോ? അദൃശ്യം പൊളിഞ്ഞില്ലേ? തീർച്ചയായും പൊളിഞ്ഞു. ഞങ്ങൾ പറയുന്നു, ഇനിയോ തബറുക്കിന്റെ വിഷയമെടുത്തപ്പോ ആരാ മുസ്ലിക്കായത്? അപ്പൊ മുസ്ലിക്കിന്റെ എണ്ണം കൂടി. ഒന്ന് ചെറിയമുണ്ടോ, പിന്നൊന്നര ഉമർ സുല്ലമി. ഇനി മുബശ്ശിരീകളായിട്ട് ആരാ കൂട്ടത്തിലുണ്ട്? അതെ. അപ്പൊ നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള അധികാരമില്ല. ഇനി നോക്കൂ, നിങ്ങള്
ഇത് ഞങ്ങൾ മറ്റവരോട് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല. അതിനെക്കുറിച്ച് സരാസരി പറഞ്ഞു കേട്ടോ. മൗനം വിദ്വാനുഭൂഷണം, മൗനം വിദ്വാനുഭൂഷണം. ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ പറയാത്തതിനെ കുറിച്ച് ഞാൻ എഴുതിയതാ. എന്നിട്ട് കേട്ടോ, മൗനം പാലിക്കുകയായിരുന്നു. വിളിച്ചു മലക്കുകളെയും ജിന്നുകളെയും വിളിച്ച് സഹായം തേടൽ പ്രാർത്ഥനയാണെന്നോ ചെറുക്കാണെന്നോ ഇവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അവരെ കുറിച്ച് പറഞ്ഞത് അപ്പങ്ങളും അതുപോലായില്ലേ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ചരമക്കുറിപ്പ് എഴുതിയിരിക്കുന്നു. പഴയ മുജാഹിദ് ഇപ്പല്ല, എവിടെ തന്റെ തുറന്ന് പറഞ്ഞിട്ട് ജിന്നിനോട് തേടൽ ചെറുക്കാറ്. ചെറിയമുണ്ടും ഇത് പറയാൻ നിങ്ങൾ വിടുന്ന പ്രശ്നമല്ല. വിഷയത്തിൽപ്പെട്ടതായതുകൊണ്ടാണല്ലോ സുല്ലമി അവരെ എതിർത്തത്. വിഷയം രണ്ടും ഒന്നാണ്. കാരണം രണ്ടും അഭൗതികമാണ്, രണ്ടും മതൃജ്ഞാനമാണ്, രണ്ടും മതൃശവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായി ഞങ്ങൾ പറയുന്നു, ഇസ്ലാമിന്റെ തൗഹീദ് ഞങ്ങളിവിടെ സ്ഥിരപ്പെടുത്തുന്നു. തൗഹീദ് അചഞ്ചലമാകുന്നു. അതേ സമയത്ത് മുജാഹിദ് ഉണ്ടാക്കിയ ആ തൗഹീദുണ്ടല്ലോ, ജിന്നുകൾ അത് പൊളിച്ചു കളഞ്ഞു. രണ്ട് ഗ്രൂപ്പിന്റെയും ജിന്നുകൾക്ക് അഭിവാദ്യങ്ങളും നിങ്ങൾ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം നിങ്ങൾ വലിച്ചെറിഞ്ഞു. കാരണം ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നിനോട് മറുപടി പറഞ്ഞു. ഈ ആക്ടറിനോട് ഞങ്ങൾ കുറെ കാലം കഴിയാത്ത പണിക്ക് നിൽക്കേണ്ടതാണ്. കൊണ്ടോട്ടിയിൽ വന്നു കൂടെണ്ടായ ഒരു വൈദ്യർ ഇതേ അഭിലത്തീവ് അന്ന് ചോദിച്ചു ഇതേ ചോദ്യം. വൈദ്യർക്ക് അന്ന് തൂക്കൽ പിടിച്ച് ഓടിയതാ. ഇതുവരെ അയാൾ രംഗത്ത് വന്നിട്ടില്ല. അന്ന് ഇദ്ദേഹത്തിന്റെ തുടക്ക മൂപ്പര് ഉണ്ടായി, പിന്നെ വന്നു. ഒരു 1-2 വർഷം മുമ്പ് ഓൺലൈനിൽ ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു, അന്ന് മുങ്ങി. ഇതുവരെ മറുപടി വന്നിട്ടില്ല. ഇപ്പൊ ലത്തീഫ് 2 വട്ടം ചോദിച്ചു, നിങ്ങൾക്ക് അധികാരമല്ല, പിന്നെ എന്തിനേക്ക് ഒപ്പൊക്കാൻ വന്നത്? ഇത് കയ്യുടെ അടങ്ങിയിരുന്നാ പോലെ. ഞങ്ങളെ വാദത്തിന് മറുപടി പറയാന്ന് പറഞ്ഞ് ഒപ്പിട്ടതാ. ഒപ്പില്ല അവിടെ രാമചന്ദ്രൻ താല്പര്യം ഒപ്പും താല്പര്യം. ഇനി കഴിയൂലെങ്കിൽ അത് അവിടെ മുന്നിൽ വേണ്ട പരിചയപ്പെട്ട തിരുവികാരം മൂല്യത്തി അമ്മൂല്യത്തിനെ കൊണ്ടുപോയി ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമില്ല. പിന്നെ എന്തിനാ സാധു ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം? എനിക്ക് ഉത്തരം പറയാൻ കിട്ടൂല, അത് പറയും. അതല്ലേ കുറെ കൂടി യോജിപ്പ്. ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമല്ല, ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. എന്താ പങ്കെടുക്കാണ്? പിന്നെ എന്തിനാണ് പോകുന്നത്? ആ കിതാബൊക്കെ എന്തിനാ മുന്നിൽ കാണാൻ മറക്കാം, അതോ വായിക്കാനാ? കഴിയാത്ത കാര്യത്തിന് ആദ്യം തന്നെ മുന്നിൽ ചാടരുത്. പിന്നെ ജിന്ന് കുറച്ചാണ് പൊന്തി ഉയർന്നതും ഇതിന് തലക്കാട് ഇടുമ്പോഴേ നല്ല വീഴ്ചക്കാരം അവിടെ നിൽക്കുന്നുണ്ട്, വരാൻ നിൽക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം പറയല്ലോ, പടത്തോടെ ഖുർആനെ ദുർവ്യാഖ്യാനിക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല ഒരു ടീമില്ല. സൽമാൻ അർസലാമിൻ പബ്ലിക കൊട്ടപ്പുറത്തുനിന്ന് വലിയ ഉസ്താദ് അന്ന് ദുർവ്യാഖ്യാനിച്ചു. അങ്ങനെ പോകുന്നു. ഇപ്പൊ ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാക്കിഊൻ. ഇതാണോലോ മരിച്ചവരോട് തേടാല തെളിവ്. എന്നാ ഇപ്പൊ എന്താ പറയാത്തത്? ഇപ്പൊ പറയും. ഇപ്പൊ നിങ്ങൾ ചോദിക്കാറില്ല. എന്റെ സഹോദരൻ അവിടെ തഫ്സീറുണ്ടോ? എന്തെങ്കിലും മറിച്ച് നോക്ക്. തഫ്സീർ ഇബ്നി റാസി, ഖുർത്തുബി, ഇബ്നു കസീർ 10-12 കൊല്ലം 5 കൊല്ലം നിങ്ങളെ എന്റെ അടുത്ത് മൂപ്പരെ ഇന്റർവ്യൂ 5 കൊല്ലം എഹിയാൽ സുന്നയിൽ പഠിച്ചു വന്നു. ചിത്രമൊക്കെ നല്ല കളർ ബോർഡ് നല്ലോണം നിന്ന് കൊടുത്തിട്ടുണ്ട്. 5 കൊല്ലം. പിന്നെ എന്തൊക്കെ നിങ്ങൾ ഓതിയത്? ഇനി വേറെ കാര്യം, വിഷയത്തിൽ നിന്ന് വിട്ടാ സംസാരിക്കണമെന്ന് അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. അപ്പൊ മൂപ്പര് വേറെ എന്നാ ഇതേ കാര്യം മൂപ്പര് മുമ്പേ എഴുതിയിട്ടുണ്ട്. ഇത് കേട്ടോ, ഇതാ നിങ്ങൾ ഇത്തോളാം, അല്ല ചോക്കള ഇത്ര അങ്ങനെ ഓരോട്ടാണ്. ഈ മൂപ്പര് പറഞ്ഞോ, തലശ്ശേരിന്ന് നമ്മളെ മറ്റേ കൂട്ടര് മുജാഹിദുകളായിട്ട് സംസാരിച്ചപ്പോ വിഷയം മാറ്റാൻ വഹാബി ശ്രമം നടത്തി, ഈദ്ഗാഹും മറ്റും എടുത്തിട്ടു. പക്ഷേ അത് വേറെ സംവാദം തന്നെ നടത്താമെന്ന് സുന്നികൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ആ ശ്രമവും വിഫലമായി. അല്ലോ വേറെ വിഷയം പറഞ്ഞാൽ വലിച്ചതിപ്പോ ഇപ്പൊ ഞങ്ങൾ എഴുതി തന്ന വിഷയത്തിൽ സംസാരിക്കാൻ വരും കഴിയുമെങ്കിൽ
ഓദിക്കണമെങ്കിൽ അല്ല ഊതിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നോടി കേട്ടോ. ഓദ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയാണ് വായിച്ചത്. നേരത്തെ മിഞ്ചിഹത്തിഹിം എന്ന് ഇദ്ദേഹം അവിടെ 10 പേർ വായിക്കേണ്ടല്ല, ഓർമ്മിപ്പിച്ചപ്പോ വീണത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടൊക്കെ പൈസ ഓർമ്മിപ്പിച്ചപ്പോ അതിലെത്തി സ്വീകരിച്ചു. എന്നിട്ട് റാസി പറഞ്ഞു കേട്ടോ, يعني لو اشتغلت بطلب المنفعة وكسب المضرة من غير الله فأنت من الظالمين. നീ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഉപദ്രവം അകറ്റാനോ ഉപകാരം തേടാനോ വ്യാപൃതനായാൽ ആ ടൈം മുതൽ അൻത മിനൽ ളാലിമീൻ, നീ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണ്. കണ്ടോ, ആദ്യം പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഉപദ്രവം അകറ്റാതെ തേട്ടം, ഉപകാരം കെട്ടാൻ വേണ്ടി തേടിയാൽ ആ നിമിഷം മുതൽ നീ ചെറിയ മുണ്ടത്തിന് വരും, വലിയ മുണ്ടല്ലോ അതാണ് പറയട്ടെ. ചോദ്യം ഇന്നമാ വലിയ കുബാവിന് എവിടെ ഇസ്തിഹാസ? ഇപ്പൊ എന്തായാലും അറിയോ, ചോദ്യം തന്നെ ചോദിക്കാൻ മുമ്പിൽ മറന്നുപോയി. ഇങ്ങനത്തെ ജിന്നുകൾ ഇടപെട്ടാൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ചോദ്യം ഞങ്ങൾ തള്ളിയപ്പോ ഇയാൾ ചോദിക്കുന്നു, പിന്നെന്തിനാ ചോദ്യം ഞങ്ങളോട് സംവാദത്തിന് വന്നത്? കേട്ടോ മറുപടി. നിങ്ങൾക്ക് ഉത്തരം മാത്രമല്ല ചോദ്യം ചോദിക്കാനും അറിയില്ലെന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ അതിനാ പോകുന്നത്. മെച്ചുണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ജിന്നുകൾ വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടപെടുന്നു. ഇത്രയും അവസരം ഞങ്ങൾ തന്നിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല. ഇനി ഞാൻ സലാം സുല്ലമിന്റെ ബുക്കൊന്ന് വായിച്ചു തരാം. ശരിക്ക് കേട്ടോ, നിങ്ങൾ അവരെ എതിർക്കുമ്പോഴേ നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു. ഇതിനു മുമ്പ് പറയാ, തലശ്ശേരിയിൽ ഈദ്ഗാഹ് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു അതുപോലെയല്ല ഇത് മുശ്രിക്കാക്കുന്ന തൗഹീദിന്റെ വിഷയമാണ്. അവിടെയാ പ്രശ്നം. ഞങ്ങൾ ഔലിയാക്കളോട് ചോദിക്കുന്നു, എന്തേ ചെറുക്കായത് അഭൗതിക മാർഗത്തിലുള്ള സഹായനേട്ടം. നിങ്ങൾ ജിന്നുകളോട് ചോദിക്കുന്നു, എന്തേ ചെറുക്കായത് നിങ്ങളുടെ അഭിപ്രായത്തില്? എന്തേ ചെറുക്കായത്? രണ്ടും അഭൗതികം, രണ്ടും അദൃശ്യം, രണ്ടും ഒന്നാണ് വിഷയം. ഇനി ഒന്നാണ് മാത്രമല്ല, കണ്ടോ നിങ്ങൾ എഴുതിയത്? ശരിക്ക് പഠിച്ചോ? വിജനമായ മരുഭൂമിയിൽ ഈ ഭയസഹിതമായ സാഹചര്യത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ പരിസരത്താരെയും കാണാതിരിക്കുമ്പോൾ മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടാമെന്നാണ് ഭിന്നിപ്പുകാർ ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു. അപ്പോൾ യാഥാസ്ഥികർ പോലും പറയാത്ത, മക്കാ മുശ്രിക്കുകൾ പോലും ചെയ്യാത്ത അത്യന്തം അപകടകരമായ നവീനവാദത്തെയാണ് ഭിന്നിപ്പ് വസംവിധത്താക്കിയത്. പക്ഷേ ഞങ്ങൾ മുന്നിലെത്തിയപ്പോൾ പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ചോർന്നുപോയി. എന്തേ പറയാത്തത്? ചോദിക്കുന്നു ഞങ്ങൾ. മറ്റൊരേതാനും കഥ കഴിഞ്ഞ് 2, 3, 4 ആയല്ലോ. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ മുന്നിൽ കുടുങ്ങി, ശരിക്കും കുടുങ്ങി. ചോദ്യമില്ലായ്ക്ക് ഉത്തരവില്ല. ഇപ്പൊ നമ്മൾ കരിമ്പിലാക്കിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. അതെന്താണെന്നറിയോ? മൂപ്പരിപ്പം മിമിക്രിയിലാണ്. നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ കൊണ്ടോട്ടി സംവാദം, അത് ആദ്യം അതിനോട് ചോദിച്ചാൽ മതി. പത്തൂർമാരി കത്ത് പുസ്തകങ്ങളാ, പത്തൂർമാരി കത്ത് ഇബിനാദറിന്റെ ഇബാദത്ത് വായിച്ചു. ആരുടേതാണത് യഥാർത്ഥത്തിൽ? ഇബിന് ബാധ എഴുതിയത്. അത് വായിച്ചിരിക്കുന്ന ആളാണ് അവിടെ. ചോദിക്കാരോട് നിങ്ങൾ പറഞ്ഞാൽ മതി ബാക്കി കാര്യം. അപ്പോ വിഷയം കൃത്യമാണ്. മുജാഹിദ് പ്രസ്ഥാനമേ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം, ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു. ശരി, നിങ്ങളെ നേതാവല്ലേ ചെറിയ മുണ്ടും സഭാവിന്റെ എഡിറ്ററല്ലേ? നിങ്ങൾ ഇത്ര ബലഹീന, ഇത്രയൊക്കെ മോശ, വളരെ മോശമായി പോയിട്ടോ. ഞങ്ങൾ ഇത്ര സമയം ഇത് ചെറുക്കാന്ന് പറയുന്നത് ധൈര്യം ഉണ്ടായില്ലല്ലോ. ധൈര്യം ഉണ്ടാവില്ല. നിങ്ങളെ നേതാവല്ലേ ഇത് എഴുതിയത്? നിങ്ങളുടെ സലാം സുല്ലമി അന്ന് കൃത്യമായി പറഞ്ഞു. ഇത് പറയാനിരുന്നത് ഞാൻ വായിച്ചത് കേട്ടോ, കൃത്യമായി മനസ്സിലാക്കിക്കോ. മരണപ്പെട്ടവരുടെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണെന്നതിന് നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന കാരണം അവരെങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് അറിയുകയില്ല എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എങ്ങനെ സഹായിക്കുമെന്ന് അറിയണമെന്നില്ല എന്നാണ്. അതിനാൽ ഇസ്തിഹാസ ശിർക്കാണെന്ന് സ്ഥാപിക്കുവാൻ നിങ്ങൾ പറഞ്ഞിരുന്ന പ്രധാന തെളിവ് നിങ്ങൾ തന്നെ നശിപ്പിച്ചു. അതിനാൽ ഈ വിഷയം ആദ്യമായി ചർച്ച ചെയ്യണം, ശേഷം നിങ്ങൾ പറഞ്ഞ വിഷയം ചർച്ച ചെയ്യാം എന്ന് യാഥാസ്ഥികർ വാശി പിടിച്ചു. എന്നാൽ നവയാഥാസ്ഥികർ ഇത് സമ്മതിച്ചില്ല. മറ്റൊരു കുട്ടികളെ എഴുതിയത് അപ്പങ്ങളും അങ്ങനത്തെ സമന്തായി എല്ലാ മുജാഹിദും ശിർക്കിന് മുങ്ങിപ്പോയി. ശിർക്ക് തന്നെ. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ കോടമ്പുഴയിൽ വെച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ എന്നേക്കുമായി ഞങ്ങൾ അറബിക്കടലിലേക്ക് ഒലിച്ചെറിഞ്ഞിരിക്കുന്നു. നിങ്ങളെ പഴയകാല ആശയം എവിടെ? മറുമറിയുടെ ആത്മാവധി കേട്ടാ ഞങ്ങളെ വെറുതെ വിടുവോ? അയാളുടെ എഴുതിണ്ടാക്കി ഇപ്പൊ ഞങ്ങളെ മുന്നിൽ ചോദിക്കാണ്,
അല്ല ചങ്ങാതിമാരെ, സക്കറിയാ സലാഹിക്കെതിരെ നിങ്ങൾ പ്രഭാഷണം നടത്തിയില്ലേ? നിങ്ങളോട് ചോദിക്കട്ടെ, ജിന്നിനോട് സഹായം നേടാൻ ശിർക്കാണോ? ഒന്ന് തുറന്ന് പറ. കഴിയില്ല മക്കളെ നിങ്ങൾക്ക്. കാരണം ചെറിയമുണ്ട് നിങ്ങളുടെ നേതാവാണ്, നിങ്ങളുടെ പരിഭാഷ എഴുതിയാലാണ്. അയാൾ പറയുന്നു ജിന്നിനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയല്ല, ശിർക്കല്ല. അപ്പൊ നിങ്ങളിൽപ്പെട്ട വലിയ പണ്ഡിതരും പ്രത്യേകമായി